ഹലോ ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് ഫ്ലോറ ആൻഡ് ഫിയോണ പാർക്കിലാണ്. ആദ്യം തന്നെ പോയത് ടിക്കറ്റ് എടുക്കാൻ തന്നെയാണ് ഗൈസ്. മൂന്നാർ എക്കോ പാർക്കെന്നും വിളിക്കും. പിന്നെ ഇത് ടിക്കറ്റ്സ് എടുക്കാൻ പോയ സമയത്ത് ഞങ്ങൾക്കൊരു റിബൺ തന്നിട്ട് അത് കെട്ടിയിട്ട് വേണം കയറാൻ. കണ്ടില്ലേ, ഫ്ലോറ ആൻഡ് ഫിയോണ എന്നൊക്കെ എഴുതിയിട്ട് അത് കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കയറാം. ആദ്യം തന്നെ കയറിയപ്പോൾ കണ്ടത് ഒരു ഇഗ്വാന തന്നെയാണ്. പുല്ലുകൊണ്ട് ഉണ്ടാക്കിയ ഇഗ്വാന, നല്ല വലിയ സൈസുള്ള ഇഗ്വാനായിരുന്നേ. എന്നിട്ട് ഞാൻ അവിടെ കയറി ഇരുന്ന് ഗൈസ്. പിന്നെ പോയത് ഫിഷ് ഫീഡിങ്ങിനാണ്. നല്ല രസമാണ്. പക്ഷെ എനിക്ക് പണ്ട് ഫിഷസിന് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇട്ടിട്ടാണ് കൊടുത്തത്. അത് എല്ലാം വന്ന് കടിച്ചെടുത്ത് കഴിച്ചോളൂ. പിന്നെ ഈ ഒരു അക്വറിയല്ലേ, ഈ അക്വറിയം വലിയ അക്വറിയമാണ്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ സ്ഥലത്തും താഴെ ഇരുന്നിട്ടല്ലേ നമ്മൾ ചെയ്യുക. ഇവിടെ നിന്ന് ഇരുന്നിട്ടാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് നല്ല രസവുമാണ്. നിന്നിട്ട് ഇങ്ങനെ എല്ലാം കണ്ട് ഇങ്ങനെ കഴിക്കാമല്ലോ. പക്ഷേ ഇരുന്നിട്ടല്ലേ എല്ലായിടത്തും കഴിക്കണേ. ഇങ്ങനെ കഴിക്കാൻ കൊടുക്കുന്നത് നമ്മൾ. ഞാൻ കണ്ടില്ലേ, വെള്ളം തൊടും അപ്പം തന്നെ എടുക്കും, വെള്ളം തൊടും ഞാൻ അപ്പം തന്നെ എടുക്കും. അത് തന്നെയായിരുന്നു എൻ്റെ പണി. പിന്നെ പോയത് നല്ല നല്ല വെറൈറ്റി കോഴികളുള്ളൊരു സ്ഥലത്താണ്. എന്നാ ഭംഗിയാണെന്നറിയുക ഗൈസ്. നല്ല ഭംഗിയായിട്ട് ഇതിനൊക്കെ കാണാൻ നല്ല നല്ല രസമാണ്. പിന്നെ കളർഫുൾ കോഴിയുണ്ട്, റെയിൻബോ കളർ കോഴി. ഇതൊരു കറുപ്പ കോഴി, ഇതൊരു വെളുപ്പ കോഴി. വാവ്. അങ്ങനെ നീങ്ങുമ്പോൾ വെറൈറ്റി ബേർഡ്. നല്ല രസമുണ്ട്. ഇത് ഭയങ്കര വലിയ സ്പേസാണ് കേട്ടോ ആ കോഴികളിട്ടേക്കുന്നത്. നല്ല കണ്ടില്ലേ, നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. കണ്ടില്ലേ കളർഫുൾ കോഴികൾ. ഇതാണ് ആ അക്വേറിയം എന്ന് പറയുന്നത്. അപ്പൂസ് ഉറങ്ങിപ്പോയിട്ടോ ഗൈസ് ഇപ്പോഴേ. ഗൈസ് ഇനി പോയത് ബേർഡ് ഫീഡിങ് ആണ്. എനിക്ക് പേടിനെയും പേടിയാണ്, എനിക്ക് എല്ലാത്തിനും പേടിയാണ്. എനിക്ക് ഒന്നിനും പേടിയില്ലാത്തത് ഇല്ല ഗൈസ്. മൃഗങ്ങളിൽ എനിക്ക് കുരങ്ങനെ വരെ പേടിയാണ്. നല്ല പേടിയാണ് കേട്ടോ. ഞാൻ കൈ ഇവിടെ അടുത്തേക്ക് വരുമ്പോൾ ഞാൻ നീക്കും ഗൈസ്. എനിക്ക് അത്ര പേടിയായിട്ട്, എനിക്ക് അത്രയും പേടിയാണ് ഗൈസ്. എനിക്ക് അത്ര രസമൊന്നും തോന്നില്ല, എനിക്ക് അത്ര പേടിയാണ്. ഞാൻ എൻ്റെ ഫുഡ് വരെ നിയോണ്ടും മമ്മിക്കും കൊടുത്തു. ഇതേ ഒരു ഇഗ്വാന, അതിൻ്റെ മുകളിൽ കുറേ പക്ഷികൾ. ആ നീല എന്നെ കാണാൻ നല്ല ക്യൂട്ടല്ലേ ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ആ നീല. പിന്നെ അത് മമ്മിയുടെ കൈ കയറിയിരുന്നു ഗൈസ്. നല്ല രസമല്ലേ. നിയോൺ കൊടുത്തിട്ട് അവനക്ക് അത് വേണ്ട, മമ്മിയുടെ മാത്രം മതി അവന്. ഞാൻ കാണിച്ചു തരാം. ഇതേ കണ്ടില്ലേ, നല്ല രസമല്ലേ ഇങ്ങനെ. എന്നിട്ട് ഞങ്ങൾ പോയത് മണ്ടത്തരം പറയാനാണ് ഗൈസ്. ഈ വെള്ളച്ചാട്ടത്തിൽ ഇങ്ങനെ കരിമ്പിൻ്റെ ഉണങ്ങിയ ഇല വരും. അപ്പോൾ ഇതിങ്ങനെ ഫ്ലോ ചെയ്യും. അപ്പോൾ നിയോൺ പറഞ്ഞ് എന്നോടും നെവിനോടും അത് ഫിഷാണെന്ന്, എന്നുവെച്ചാൽ ഗോൾഡൻ ഫിഷ്. അപ്പോൾ ഞങ്ങൾ അത് ഭയങ്കര കോമഡിയായിട്ട് അത് എടുത്ത് ഗൈസ്. ഭയങ്കര രസം ഗൈസ്. ഇത് നല്ല രസമുണ്ട്. ഇത് ഇങ്ങനെ കണ്ട് നിൽക്കാൻ തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്, ചൂട് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ കണ്ടതൊരു ബ്ലാക്ക് സ്വാന്, പിന്നെ ഒരു കിളീനെ കാണാൻ പോയി ഗൈസ്. അത് ഭയങ്കര ഡേഞ്ചറസ് കിളിയാണ് കേട്ടോ ഗൈസ്. കണ്ടില്ലേ, ആ കിളിയാണ് ആ കിളി. എൻ്റെ മമ്മീനെ കടിച്ചു ഗൈസ് ആ കിളി ഗൈസ്. ഭയങ്കര ഇതായിരിക്കും കേട്ടോ, നല്ല കുറുമ്പനാണ് കേട്ടോ ഗൈസ് ആ കിളി. പിന്നെ കണ്ടത് ഒരു ഓസ്ട്രിച്ച്. ഈ ഓസ്ട്രിച്ചിന് ഫോൺ വേണം ഗൈസ്. ആ ഓസ്ട്രിച്ചിന് ഫോണൊന്നും വേണ്ട, പുല്ല് മതി. ഇവിടെ പുല്ല് കൊടുക്കണ ഇതൊക്കെ ഉണ്ട് കേട്ടോ. തലയിൽ ഇങ്ങനെ വെച്ചിട്ട് ഒരു കൊട്ട വെച്ചിട്ട് ഇത് ചെയ്യണം. പിന്നെ കണ്ടില്ലേ, ഫോൺ കടിക്കാൻ പറഞ്ഞതാണ് ഗൈസ്. അത് എന്നാ കുറുമ്പാന്നറിയോ ഗൈസ്, ഭയങ്കര കുറുമ്പാണ് കേട്ടോ ഇതൊക്കെ, ഭയങ്കര കുറുമ്പാണ്. പിന്നെ കണ്ടത് എൻ്റെ സ്വീറ്റ് ഡക്സിനെയാണ്. പിന്നെ കളി അങ്ങോട്ട് തുടങ്ങി ഗൈസ്. കളി തുടങ്ങി. ഞാനും നെവിനും നിയോണും ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. എൻ്റെ ചേച്ചി ഉണ്ടായി, അപ്പു ഉണ്ടായി. അപ്പു ഉറങ്ങിയിട്ട് എണീറ്റിട്ടുണ്ട് ഗൈസ്.
നന്നായിട്ട് കളിക്കാനൊന്നും വന്നില്ല. ഞാനും നിയോണും നെവിനും എഡിറ്റ് ചെയ്ത് അങ്ങോട്ട് കളി അങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞിട്ട് 1/2 മണിക്കൂറെങ്കിലും ഞങ്ങൾ അവിടെ കളിച്ചിട്ടുണ്ടാവും കേട്ടോ ഗൈസ്. നല്ല രസമാണ് ഇങ്ങനെ ചാടി കളിക്കാൻ. പിന്നെ ഒരു വാവയൊക്കെ കയറി. പിന്നെ പാമ്പ് ഞങ്ങളുടെ ആ ചേട്ടൻ ചോദിക്കാനാണ് എടുത്തിരുന്നത്. കണ്ടില്ലേ, ഇതാണ് എൻ്റെ ചേച്ചി ഗൈസ്, കണ്ടില്ലേ. പിന്നെ നിയോൺ ഇട്ടപ്പോൾ അത് കൈയുടെ ഉള്ളിൽ കയറി പോകുന്നു, ഷർട്ടിൻ്റെ ഉള്ളിൽ കയറി പോകുന്നു. എനിക്ക് പണ്ട് പേടിയാണ്. നെവിൻ്റെ എക്സ്പ്രഷൻ കാണണം കേട്ടോ. പാമ്പിനെയൊക്കെ പിടിച്ച് കഴിഞ്ഞിട്ട് കാട്ടിത്തരാട്ടോ. കണ്ടില്ലേ. അപ്പോൾ നിയോൺ ഇനിയും വേണമെന്ന്, അപ്പോൾ ഒന്നുകൂടെ ആ ചേട്ടൻ കഴുത്തിൽ ഇട്ട് കൊടുത്ത്. ആ സമയത്ത് അത് ഇതിലൊന്നും കൊള്ളില്ല. എനിക്ക് പണ്ടേ പാമ്പിനെ പേടിയാണ്. പിന്നെ ഒരു വലിയ മൂർഖൻ പാമ്പ് കൈസ്. കോഴിക്കുട്ടികൾ പിന്നെ മുയലും കൊട്ടെ. പിന്നെ അവന്മാർക്ക് വീണ്ടും പാമ്പിനെ എടുക്കണം, ചെറിയ പാമ്പ്. ആശാൻ്റെ കണ്ട വഴി ഓടി ഗൈസ്. ഞാനും നിയോണും നെവിനും മമ്മിയും എൻ്റെ ചേച്ചി മാത്രം അവിടെ ഉണ്ടായുള്ളൂ ഗൈസ്. അത് അത്രയും ഫണ്ണി കേട്ടോ. പക്ഷേ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ ഗൈസ്. എനിക്ക് അത്ര പേടി. നിയോണും നെവിനും നല്ല ഫ്രണ്ട്സായി. പാമ്പിനോടും എല്ലാ സാധനങ്ങളിനോടും നെവിന് പിടിക്കൂട്ടും ഗൈസ്. നെവിന് പിടിക്കും കണ്ടോ. കണ്ടില്ലേ, ബാഗ് തൂക്കി പിടിക്കണ പോലെയാണ് അവൻ പിടിക്കണത് തന്നെ. എന്നാ കഷ്ടാന്നറിയോ, എനിക്ക് ഭയങ്കര പേടിയായിട്ടോ ഗൈസ്. ഇതൊക്കെ പിടിക്കണ കാണുമ്പോൾ ഈ സ്ഥലത്തിന് ഭയങ്കര ഇഷ്ടമായി. പൂച്ചക്കുട്ടീനെ പോലെ ഇരിക്കുന്നു ഗൈസ്. പക്ഷെ ഞാൻ എടുത്തില്ല കേട്ടോ. നല്ല ക്യൂട്ടല്ലേ കാണാൻ, നല്ല രസമല്ലേ. ഇങ്ങനെ തലയിലൊക്കെ തൊടുമ്പോൾ നല്ല രസമാണ്. ഇങ്ങനെ തലയിൽ ഈ രോമത്തിലൊക്കെ തൊടുമ്പോൾ. നിയോണും എടുത്തു, നെവിനും എടുത്തു. ഞാൻ എടുത്തില്ല, ഞാൻ മാത്രമേ ഒന്നിനും എടുത്തില്ല ഗൈസ്. എനിക്ക് ഭയങ്കര പേടിയാണ്. എനിക്ക് എല്ലാം പേടിയാണ് കേട്ടോ എനിക്ക്. കണ്ടില്ലേ, നിയോണ് ഉമ്മ വയ്ക്കണം. ഓക്കെ, ഇനി പൊക്കം കുറഞ്ഞ പശുവിനെയൊക്കെ കണ്ട് നല്ല രസമായിരുന്നു ഗൈസ്. നല്ല രസം എന്ന് വെച്ചാൽ നല്ല രസം. പിന്നെ ഹോഴ്സ് റൈഡിങ് കണ്ടോ, കണ്ടില്ലേ. ഹോഴ്സ് റൈഡിങ് ഒക്കെ ഉണ്ട് ഇവിടെ. അതൊക്കെ എക്സ്ട്രാ പേയ്മെൻറ്റ് ആണ് കേട്ടോ, 300. പിന്നെ ആർട്ടിഫിഷ്യൽ മഴയും, പിന്നെ അപ്പുറത്തെ സൈഡിൽ ആർട്ടിഫിഷ്യൽ വെള്ളച്ചാട്ടം ഉള്ളതുകൊണ്ട് തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ചൂട് ഒട്ടും ചെയ്യുന്നില്ല, നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. PVR എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. എനിക്ക് ഏറ്റവും മോസ്റ്റ് ഇഷ്ടപ്പെട്ടത് ആ PVR തന്നെയാണ് കേട്ടോ ഗൈസ്. നല്ലൊരിതാണ്, നല്ലതെന്ന് വെച്ചാൽ നല്ലൊരു PVR എക്സ്പീരിയൻസ് ആണ്. ഇങ്ങനെ നല്ല ട്രെയിനും നല്ല രസമുണ്ട്. ഈ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഇത് നിങ്ങൾ എന്തായാലും ഇവിടെ വന്നിട്ട് മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു സാധനം തന്നെയാണ് ഈ സാധനം. ഈ സാധനം കറങ്ങുന്നുണ്ട്. പിന്നെ ഷീപ്സിനെ കണ്ടു, നല്ല ഷിപ്പല്ലേ ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറേ തന്നെ അഴുക്കാതെ പിടിച്ചിരിക്കുന്നു ഗൈസ്. പിന്നെ നല്ല ഷീപ്സ് ആയിരുന്നു. പിന്നെ ട്രീ ഹൗസ് കണ്ടോ ഗൈസ്, നല്ലതല്ലേ ട്രീ ഹൗസ്. ഇവിടെ ഒരു കുഞ്ഞ് ഗാർഡനൊക്കെ ഉണ്ട് കേട്ടോ, ഫ്രൂട്ട്സ് ഓഫ് ഗാർഡൻ ഉണ്ട് ഗൈസ്. നല്ല രസമാണ് ഈ ട്രീ ഹൗസിൻ്റെ മുകളിൽ കയറാൻ. ഇങ്ങനെ കറങ്ങിയിട്ട് ഇതാണ് ആ ട്രീ ഹൗസിൻ്റെ മുകളിൽ നിന്ന് കാണുന്ന വ്യൂ. ഇത് മൂന്നാർ വന്നിട്ട് എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പാർക്ക് തന്നെയാണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഗൈസ്. ഇതേ കണ്ടോ, ഫിഷ് ഫീഡിങ് കണ്ടോ. ഇനി ഞങ്ങളത് നല്ല രസമായി കണ്ടു, കണ്ടില്ലേ. പിന്നെ കളി വീണ്ടും ഞങ്ങൾ വെറൈറ്റി ഓഫ് സ്ലൈഡിൽ കയറി. അമ്മച്ചി ആ ഭൂമി പോലെ ഇരിക്കുന്ന ആ സ്ലൈഡിൽ നല്ല രസമായിരുന്നു. എൻ്റെ തല മുട്ടുമായിരുന്നു ഗൈസ്, അതുകൊണ്ട് ഞാൻ കിടന്നാ വന്നത്. ഒന്നാമത് എൻ്റെ അത്ര ഉണ്ട് അത്. പിന്നെ ആ കൊച്ച് കയറുന്നു, ഞാൻ മുകളിൽ നിന്ന് ഇറങ്ങുന്നു. അപ്പോൾ കണ്ടില്ലേ, ഞങ്ങൾ രണ്ടുപേരും സ്റ്റെക്കായി നിന്ന് അവിടെ ഗൈസ്.
ഞങ്ങൾ രണ്ടുപേരും സ്റ്റെക്കായി പോയി. മിറാക്കിൾ ഫ്രൂട്ട്. മിറാക്കിൾ ഫ്രൂട്ട്സ്. അതെ. ചെറി ചെറി അല്ലമ്മ. ഓറഞ്ച്. മിറാക്കിൾ ഫ്രൂട്ട് ദേ നിക്കണടാ. ദേ നിക്കണ ചെറുത്. ഞാനിത് വീഡിയോ എടുക്കും പക്ഷെ ഏടാ ഓറഞ്ച് എവിടെ? ഇത് നമുക്ക് പെട്ടെന്ന് പോന്നോ. ദേ അത്തിപ്പഴം ചേച്ചി. ഫിഗ് അത്തിപ്പഴം ദേ നിക്കണ അതത്. ഓ ഇതാ മാംഗോ. കുറച്ചൊക്കെ വീഡിയോ പിടിക്കണോടി. എനിക്ക് ഇഷ്ടമുള്ള സാധനമാണിത്.